അവർ ടി വി 24/7 വാർത്താ വാരാന്ത്യത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിൽ കേരളത്തിൽ നടന്ന ഒരു റാഗിങ് ഇന്നൊരു ഇൻ്റർനാഷണൽ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അതിലുപരി ഇതിനെക്കുറിച്ച് അല്പം സംസാരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. 5 കുട്ടികളെയാണ് ഇത് സംബന്ധമായിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് റാഗിങ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും റാഗിങ്ങിന് പല കുട്ടികളും വിധേയമായിട്ടുണ്ടെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ മീഡിയ വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന ഈ ഒരു റാഗിങ് കേസ്. അതിൻ്റെ ഫുട് പ്രിൻസുകളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ അവൈലബിൾ ആണ്. അത് കാണാൻ പോലും കഴിയാത്ത നിലയിൽ അത്രയ്ക്ക് ക്രൂരമായ ഒരു റാഗിങ് ആണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തെ റാഗിങ് എന്ന പദപ്രയോഗം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റണമോ, അതോ ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആണോ എന്നുള്ളതും നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ റാഗിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു തലമുണ്ട്, അല്ലെങ്കിൽ അത് അല്പം എക്സ്ട്രീം ആവാം, ചിലപ്പോൾ അല്പം കടന്നു പോകാം. പക്ഷേ ഇതൊന്നും ഒരു റാഗിങ് കേസായി കണക്കിലെടുത്താൽ ഈ പ്രതികൾ നിയമത്തിന് മുന്നിൽ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ ഒരു വാർത്ത ഞങ്ങളും വളരെ പ്രാധാന്യത്തോടു കൂടി വിശകലനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങളുടെയും അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഇപ്പോൾ ഗൾഫിലാണ് കഴിയുന്നത്. അവരുടെ കുട്ടികൾ ഒരുപക്ഷെ അവരുടെ മറ്റുള്ള അവരുടെ ബന്ധുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ബോർഡിങ്ങിലോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളിലൂടെയാണ് നമ്മുടെ ഒരുപാട് കുട്ടികൾ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷം കഴിയും തോറും മെഡിക്കൽ എൻട്രൻസും എഞ്ചിനീയറിംഗ് എൻട്രൻസും ഒക്കെ പാസ്സായിട്ട് നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഇവിടെ നിന്ന് അവർ സ്വന്തമായി തന്നെ നാട്ടിൽ പോയി സെറ്റിൽ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം ഒരു ഭയാനകമായ ഒരു സിറ്റുവേഷൻ നമ്മുടെ ക്യാമ്പസുകളിൽ വന്നിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ഒരു വിഷയം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പരിഭ്രാന്തി പരത്തുന്ന ഒരു വിഷയം തന്നെയാണ്. നമ്മളെല്ലാം വളരെ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു വിഷയമാണ്. എല്ലാ പ്രവാസികളും ഒന്നിച്ചു നിന്നുകൊണ്ട് കേരള ഗവൺമെൻറ് ഈ ഒരു വിഷയത്തിൽ അതിഗുരുതരമായ വളരെ സീരിയസ് ആയ ഒരു നടപടി എടുക്കുവാനുള്ള ഒരു ക്യാമ്പയിൻ തുടങ്ങേണ്ടതിൻ്റെ ആവശ്യകത കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സജഷൻ എന്നത്, ഇപ്പോൾ ഒരു കോളേജിൽ ഇപ്പോൾ ലഹരി എന്ന് പറയുന്ന ഒരു കാര്യം, MDMA അതുപോലെ തന്നെ മറ്റു സബ്സ്റ്റൻസുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലഹരി നമ്മുടെ കലാലയങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികളിലൊക്കെ തന്നെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് പാവപ്പെട്ട കുട്ടികൾ ആ കൂട്ടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് സുരക്ഷിതത്വമില്ല എന്ന് പറയുക എന്നത് ഒരു ഗൗരവമായ വിഷയം തന്നെയാണ്. അപ്പോൾ കുട്ടികളുടെയും ക്യാമ്പസിൻ്റെയും സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷനും ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഗവൺമെൻറ്റിനുണ്ട് എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം എന്നതുകൂടി, കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് കേരള ഗവൺമെൻറ്റിനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നായി നിന്നുകൊണ്ട് ഈ ഒരു വിഷയത്തെ അതിഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് ഒരു നിയമനിർമ്മാണത്തിലൂടെ അതുപോലെ തന്നെ മറ്റു സത്വര നടപടികളിലൂടെ ഇത് വേരോടെ പിഴുതെറിയാനുള്ള ഒരു ആർജവം നമ്മുടെ ഗവൺമെൻറ്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകണം എന്നുകൂടി ആമുഖമായി തന്നെ ഞങ്ങൾ പറയുകയാണ്. ഒപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിർദ്ദേശം എന്നത്, ഒരു കോളേജിൽ പോകുമ്പോൾ അവിടെ വിവിധ തരം കുട്ടികൾ, ഇപ്പോൾ മദ്യത്തിന് അടിമയായ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ലഹരി മരുന്നിന് അടിമയായ വിദ്യാർത്ഥികളുണ്ട്, സിഗരറ്റിന് മറ്റു പ്രഷറുകളൊക്കെ ഉള്ള ഒരുപാട് മാനസിക വൈകല്യങ്ങളിലൂടെ കടന്നു വരുന്ന ധാരാളം കുട്ടികൾ ഈ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടാകാം. അത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത്? ഒരു ഗവൺമെൻറ്റിന് ഒരു നിയമ നടപടി ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും റാഗിങ് എന്ന ഒരു കാര്യം ഒരു ക്യാമ്പസിലും നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കുന്ന കോളേജുകൾക്കെതിരെയും നടപടിയെടുക്കുകയും അതിന് ഉത്തരവാദപ്പെട്ട കോളേജിൻ്റെ അധികൃതരെയും
നിയമ നടപടിക്ക് വിധേയമാക്കപ്പെടും എന്ന ഒരു നിയമ ഭേദഗതി നിയമസഭയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാനുള്ളത്. അങ്ങനെ ഒരു നിയമ നിർമ്മാണം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കോളേജിന് ഒരു സെക്യൂരിറ്റി സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യേണ്ടി വരും. എന്തായിരിക്കണം ആ സെക്യൂരിറ്റി സ്ട്രാറ്റജി? പ്രൊട്ടക്ഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ കോളേജ് ക്യാമ്പസ്. എങ്ങനെയാ പ്രൊട്ടക്ഷൻ കൊടുക്കുക? ഒരു പ്രൊട്ടക്ഷൻ കോളേജിന് ഒരു കുട്ടികൾ കൊടുക്കണമെങ്കിൽ ആ കോളേജിൽ ഒരു സെക്യൂരിറ്റി സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, ഒരു പോളിസി ഉണ്ടായിരിക്കണം. പഠിക്കാൻ വരുന്ന കുട്ടികൾ ഈ ക്യാമ്പസിൽ ഫോളോ ചെയ്യേണ്ട സെക്യൂരിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസുകൾ എല്ലാ കുട്ടികളും അറിയത്തക്ക നിലയിൽ ഒരു അവയർനെസ് പ്രോഗ്രാം എല്ലാ കോളേജുകളിലും അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി നടത്തേണ്ട ഒരു ബാധ്യത കൂടി ഈ ഒരു നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തണം. 2, എല്ലാ കോളേജിലും ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അതും കഴിവതും മിലിറ്ററി ഇൻ്റലിജൻസിലൊക്കെ പോലീസിലോ ഒക്കെ ഇൻ്റലിജൻസ് വിഭാഗങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള വിദഗ്ധരായ റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് എടുക്കേണ്ട ബാധ്യത ആ കോളേജിലെ പ്രിൻസിപ്പൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഏതൊക്കെ കുട്ടികളാണ് ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടിൽ വരാൻ ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ കുട്ടികളാണ് മറ്റു സബ്സ്റ്റാൻസുകൾക്ക് വിധേയമാകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റലിജൻസ് കോൺസെപ്റ്റ് എല്ലാ കോളേജ് അധികൃതർക്കും ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ ഒരു ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിന് സെക്യൂരിറ്റി വയലേഷൻസ് കീപ്പ് ഓൺ മോണിറ്ററിങ് എന്ന ഒരു സ്ട്രാറ്റജി അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുകയും വേണം. ഇത്തരം നടപടികളിലൂടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹൊറർ പിക്ചർ നമുക്ക് കുറയ്ക്കുവാൻ കഴിയും. ഞങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് തരുന്ന മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഹൊറർ ഈ വയലൻസ് റിലേറ്റഡായ അല്ലെങ്കിൽ നെഗറ്റീവ് റിലേറ്റഡായ കാര്യങ്ങൾക്കാണ് ഇപ്പോൾ വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കോ മുതൽ ഇന്നിറങ്ങിയിട്ടുള്ള എല്ലാ ലേറ്റസ്റ്റ് ഒരു സിനിമ നോക്കിയാലും അവിടെയും നമുക്കൊരു വയലൻസിൻ്റെ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ക്രൈമിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഈ ഇറങ്ങിയ സിനിമകളിലെല്ലാം കാണാൻ പറ്റും. ഞങ്ങൾ സിനിമയുടെ നിർമ്മാണത്തെക്കുറിച്ചോ കഥയെക്കുറിച്ചോ അല്ല ഇവിടെ വിമർശിക്കപ്പെടുന്നത്. പക്ഷേ ഈ ലഹരിക്കും വിധേയമായൊരു കുട്ടികൾ ഈ പടങ്ങൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് കൂടി എല്ലാവരും മനസ്സിലാക്കുക എന്നൊരു കാര്യം കൂടിയാണ് ഞങ്ങൾ ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ വാർത്ത വളരെ ഗൗരവമായി എടുക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ക്യാമ്പയിൻ്റെ സഹകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുകയാണ്. മറ്റൊരു വാർത്ത പ്രാധാന്യം എന്നത് കഴിഞ്ഞ ഞങ്ങൾ തുടങ്ങിയ എപ്പിസോഡുകളുടെ എല്ലാം തന്നെ 1-2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ഒരേ വിഷയം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അബുദാബി പോലീസ് വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശം എല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. അബുദാബി പോലീസ് ഫോക്കസ് ഓൺ ഓൺലൈൻ ബ്ലാക്ക്മെയിൽ. ഇത് UAE പോലീസാണ് നൽകിയിട്ടുള്ളതെങ്കിൽ കേരളത്തിലെ സ്കാമിനെ കുറിച്ച്, കേരളത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സ്കാമിനെ കുറിച്ചും ഇന്നൊരു ഇൻ്റർനാഷണൽ ന്യൂസ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പറ്റിപ്പിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ഈ സ്കാം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓഫറുകൾ പറയുക, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പറയുക, 50% ഡിസ്കൗണ്ട് പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്കാം അതിന് പ്രത്യേകിച്ച് ഏരിയ ഒന്നുമില്ല. ഓൺലൈൻ സ്കാം എന്ന് പറയുമ്പോൾ അത് എവിടെയും സംഭവിക്കാം. അത് UAE ഇന്ത്യയിലോ അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് എവിടെയായിരുന്നാലും ഓൺലൈൻ സ്കാം എന്നൊരു വളരെ സജീവമായിരിക്കുകയാണ്. ഒരു വെൽ ഓർഗനൈസ്ഡ് ക്രൈമാണ്. അവരുടെ ടെക്നോളജി വെൽ ഓർഗനൈസ്ഡ്, ടെക്നിക്കലി എക്വിപ്ഡ് ആണ് അവരെല്ലാം. അതുകൊണ്ട് തന്നെ അവരുടെ ഓൺലൈൻ സ്കാം കണ്ടുപിടിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ വരും. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തണം. നിങ്ങൾ അനാവശ്യമായ ഒരു ബ്ലാക്ക്മെയിലിന് വിധേയമാകാതിരിക്കുക. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ബ്ലാക്ക്മെയിലിന് വിധേയമാകുന്നു എന്ന് തോന്നിയാൽ അവർ അമാൻ എന്ന സർവീസിനെ കോൺടാക്റ്റ് ചെയ്യാനാണ് അബുദാബി പോലീസ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അമാൻ്റെ നമ്പർ തന്നെ പറഞ്ഞിട്ടുണ്ട്, 800-2626 എന്നാണ്. അതുകൊണ്ട് ഈ ഓൺലൈൻ
ബ്ലാക്ക് മെയിൽ സംബന്ധിക്കുന്നതായി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഉടനെ തന്നെ പോലീസ് അതോറിറ്റിയുമായിട്ട് തീർച്ചയായും നിങ്ങൾ ബന്ധപ്പെടണം. അതിൽ നിന്ന് എപ്പോഴും നിങ്ങൾ ഇത്തരം ചതികൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നടക്കുന്ന ഒരു സ്കാമിനെ കുറിച്ചാണ് വീണ്ടും ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഇന്ന് നടന്ന ഏറ്റവും വലിയ സ്കാമുകളിൽ അല്ലെങ്കിൽ ഒരു പറ്റിപ്പുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഷയമാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സ്കാം. ഇതിലൂടെ കബളിപ്പിക്കപ്പെട്ടത് 1,00,000-ൽ പരം ആളുകളാണ്. വളരെ ഗൗരവമായൊരു വിഷയം തന്നെയാണ്. അപ്പോൾ 1,00,000-ൽ പരം ആളുകൾ ഈ ഒരു സ്കാമിൽ വീണു എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശ്വാസ്യതയോടുകൂടിയാണ് ഇവർ വഞ്ചിതരായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവരുപയോഗിച്ച ടെക്നോളജി, അവരുടെ പ്ലാറ്റ്ഫോമുകൾ, അവരുപയോഗിച്ച ഇൻഫർമേഷൻസുകളൊക്കെ തന്നെ തെറ്റായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കണ്ടുപിടിക്കാൻ കഴിയാത്ത നിലയിൽ അത്രമാത്രം വെൽ പ്രൊഫഷണലായിട്ടാണ് ഈ ഒരു സ്കാം നടത്തിയിരിക്കുന്നത്. പോലീസ് വളരെ ശക്തമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേട്ടതാണ്, ഒരു 50% ഓഫർ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ സ്കാം വന്നിട്ടുണ്ട്. അത് സ്കൂട്ടറാണെങ്കിലും മറ്റു പ്രോഡക്ട്സുകളാണെങ്കിലും 50% നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള സ്കീം കൊണ്ടുവന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ പറ്റിച്ച ഒരു വലിയ കേസ് ഇന്ന് വാർത്താമാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇന്ന് വഞ്ചിതരായിക്കൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ വഞ്ചിതരാകുന്നത് പ്രവാസികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു നിരാശാജനകമായൊരു വിഷയം. അതുകൊണ്ട് തന്നെ പ്രവാസികളായ ആളുകൾ, നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ മറ്റു ബന്ധുക്കളോ മക്കളോ ഒക്കെ തന്നെ സജസ്റ്റ് ചെയ്താലും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ പേയ്മെൻറ്റ് അത് ഒറിജിനലാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിപ്പ് അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ? ആർക്കും ഒരു ഡിസ്കൗണ്ട് തരണമെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് അവർക്കുണ്ടായിട്ടില്ലേ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ഒരു പറ്റിപ്പ് ഒളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മോഹന വാഗ്ദാനങ്ങളിലും അനാവശ്യമായ മറ്റു വാഗ്ദാനങ്ങളിലൊന്നും വീഴാതെ എല്ലാവരും തങ്ങളുടെ സമ്പാദ്യം സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് വരികയാണെങ്കിൽ, ഇന്ന് UAE-യിൽ ഏറ്റവും പ്രശസ്തമായ ഒരു പടം റിലീസായിട്ടുണ്ട്. ഹിന്ദിയാണ്, ചാവയാണ്. വളരെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ്. ഈ ഒരു ബിഗ് പ്രോജക്റ്റ് മൂവിയാണ്. വളരെ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ പടം ഇന്ന് UAE-യിൽ വന്നിരിക്കുന്നത്. ഹിന്ദി ചിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് ചാവ ഒരു നല്ല ഓപ്ഷനായിരിക്കും. മുഫാസ എന്ന ആ ഇംഗ്ലീഷ് ചിത്രം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാർട്ടൂൺ ബേസ്ഡ് ഓറിയൻറ്റഡ് മൂവിയാണ്. പക്ഷേ ഇറ്റ്സ് ആൻ ഇൻ്റർനാഷണൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. ഈ ചിത്രവും കുടുംബസമേതം പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഒപ്പം പോയിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. അതുപോലെ തന്നെ നമുക്കെല്ലാം വളരെ സന്തോഷമുള്ള മറ്റൊരു സിനിമ എന്നത് വടക്കൻ വീരഗാഥയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇഷ്ടപ്പെടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഇൻ മൈ ലൈഫ് ആൾസോ വടക്കൻ വീരഗാഥയാണ്. വടക്കൻ വീരഗാഥയുടെ ഒരു റീവെർഷൻ വളരെ ഗംഭീരമായ വിജയത്തിലൂടെ UAE-യിലും അതുപോലെ ഇന്ത്യയിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊരു ചിത്രം എന്നത് തമിഴ് മൂവി, നമ്മുടെ അജിത്തിൻ്റെ പടമാണ്. പേര് ചിലപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറയാൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും വിടമുയർച്ചി. അടുത്ത മറ്റൊരു ചിത്രം തമിഴ് മൂവിയാണ്, വിടാമുയർച്ചി. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അജിത്താണ് അതിലെ നായകൻ. കേരളത്തിൽ, ഇന്ത്യയിൽ ഒരു സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. UAE-യിലും വോക്സ് സിനിമയിൽ ഈ ചിത്രം അവൈലബിൾ ആണ്. തമിഴ് ചിത്രം ഇഷ്ടപ്പെടുന്നവർക്ക് വിടാമുയർച്ചി ഒരു നല്ല ട്രീറ്റ് ആയിരിക്കും. അവർ TV 24/7 വാർത്താ വാരാന്ത്യ വിശകലനവുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.